എല്ലാവർക്കും സലു കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ സമീറ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ചോക്കോ മിൽക്ക് ഷേക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ്. ഈ മിൽക്ക് ഷേക്ക് ഞാൻ ഡാർക്ക് ഫാൻറ്റസി ബിസ്ക്കറ്റിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ചോക്കോ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നമുക്ക് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ മധുരമുണ്ട്. ഞാൻ അഡീഷണൽ ആയിട്ട് പഞ്ചസാര ഒന്നും ഇതിലേക്ക് ചേർക്കത്തില്ല. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഈ മിൽക്ക് ഷേക്കിന്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്കാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചോക്കോ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെറും 3 ഇൻഗ്രീഡിയൻസേ വേണ്ടൂ. കുറച്ച് ചോക്കോ ബിസ്ക്കറ്റ് വേണം, പിന്നെ വേണ്ടത് മിൽക്ക് പൗഡർ. മിൽക്ക് പൗഡറിന് പകരം നിങ്ങൾക്ക് പാല് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് ഐസ്ക്രീമാണ്. അപ്പം ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ നല്ല തണുപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് ഉപയോഗിക്കാം. അത് ഓപ്ഷണലാണ്. ഇപ്പോൾ തൊണ്ടയ്ക്ക് വേദനയൊക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കണമെന്നില്ല കേട്ടോ. ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഐസ്ക്രീമിലും മധുരമുണ്ട്, ഈ ബിസ്ക്കറ്റിലും മധുരമുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർക്കാതെ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള മിൽക്ക് ഷേക്കാണിത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീമും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇടുന്നുണ്ട്. ഈ മിൽക്ക് ഷേക്കിന് നല്ല തണുപ്പുണ്ടെങ്കിലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഞാനിതിൽ ഒരു 3-4 ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നിങ്ങൾ പാലാണ് ഒഴിക്കുന്നതെങ്കിൽ വെള്ളം ചേർക്കരുത്. ഇത്രയും മതിയാകും. കണ്ടോ, നമ്മുടെ ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പം ഗ്ലാസ്സിലേക്ക് നമ്മളിത് ഒഴിക്കുന്നതിന് മുൻപ് ഞാൻ 1 ടേബിൾ സ്പൂൺ ഐസ്ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഐസ്ക്രീം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് ഇതിന് മുകളിലേക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ചോക്കോ മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ.